താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിൻ്റെ പൂരം ചോലകളും കുയിലാളും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര് നിൻ വഴിയേ രാപ്പകല് കാവലുണ്ടേ എൻ്റെ കണ്ണ് താനേ തനന്താനേ തന്നാരേ രാരോ ആരാരിരാരോ താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിൻ്റെ പൂരം ഉണ്ണിപ്പൂവിൻ ചെറുതൊട്ടിൽ കെട്ടാന മഞ്ഞിൽ നെയ്യും തളിരാടത കുഞ്ഞിൻ മിഴിയെഴുതാ സൂര്യൻ വരവായിതാ കഥ ചൊല്ലി സ്വപ്നത്തിൻ തിരികൂട്ടാം ഞാൻ മുകിലോരം ചെന്നെത്താൻ ചിറകാവാം ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെസ്റ്റ് ഹിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഇന്ന് ഇവിടെ ഈ പോളിടെക്നിക് കോളേജിൽ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് കോഴ്സൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെസ്റ്റ് ഹിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെസ്റ്റ് ഹിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് നിൽക്കുന്നത് കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ണൂർ ഹൈവേ, ഇത് കോഴിക്കോട്, അങ്ങോട്ട് പോകുമ്പോൾ കോഴിക്കോട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ ഇവിടെ പഠിച്ച് ഇറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇതാണ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. ഇത് സെക്യൂരിറ്റി ഇരിക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഇവിടെ നിന്ന് പഠിച്ചു പോയ കുറേ വിദ്യാർത്ഥികളുണ്ടാകും. 1946 ഈ കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഈ കോളേജിൻ്റെ ഫുള്ള് ചുറ്റുഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. പിന്നെ നേരെ കാണുന്നത് ഓഡിറ്റോറിയം. പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലാണ് ഗ്രൗണ്ട് വരിക. അപ്പോൾ ഗ്രൗണ്ടിന് അങ്ങോട്ട് ഇപ്പോൾ പോകാൻ പോവുകയാണ്. ഇവിടെ ഫുള്ള് വെള്ളമാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ കാണുന്നതാണ് ഗ്രൗണ്ട്. പോളിടെക്നിക് കോളേജിൻ്റെ ഗ്രൗണ്ടാണ് ഇവിടെ. ഇവിടുത്തെ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ ബ്ലോക്ക് കാണുന്നത് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബ്ലോക്കാണ് കാണുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ഈ ബ്ലോക്ക് ഫുള്ള് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബ്ലോക്കാണ് ഇതൊക്കെ. പിന്നെ ഈ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബ്ലോക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. അവിടെ 8, 9, 10 ക്ലാസ്സുകൾ ഉള്ള സ്കൂളുകളാണ്. ഇവിടെ കുറേ NSS
പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് NSSൻ്റെ ഓഫീസാണ്, അല്ല NCCൻ്റെ ഓഫീസാണ്, നാഷണൽ കാഡറ്റ് കോപ്സ്. ഇതാണ് പിന്നെ വേറൊരു ഗ്രൗണ്ട്. അപ്പോൾ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂൾ കോഴിക്കോട്, അത് ഈ പോളിടെക്നിക് കോളേജിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. 8, 9, 10 1 മുതൽ എനിക്ക് എന്താ അറിയില്ല, അവിടെ എന്തോ 8, 9, 10 ഹൈസ്കൂൾ എന്താണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. നേരത്തെ കാണിച്ചു തന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത് വേറൊരു ഇതാണ് വഴി, റൗണ്ടാണ്. ഈ പോളിടെക്നിക് കോളേജ് വെസ്റ്റ് ഹില്ലിൻ്റെ ഉള്ളിൽ കാണാത്തവർക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാണാത്തവരെന്ന് പറഞ്ഞാൽ കുറേ വർഷം മുമ്പ് പഠിച്ചു പോയ കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ കുറച്ച് പുരോഗമനമൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബ്, പ്രോസസ് എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് ലാബാണ്. ഞാൻ പഠിച്ചിട്ടുള്ളത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. വേറെ ഒരു ലാബും കൂടി ഇവിടെ ഉണ്ട്. എനിക്ക് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, വേറെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് മെക്കാനിക്കൽ ഓപ്പറേഷനും പാർട്ടിക്കൽ ടെക്നോളജി ലാബാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഇത് ജനറൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഒരു ഇതായിക്കോട്ടെ, ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും എനിക്ക് തോന്നുന്നു വർക്ക്ഷോപ്പ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാതും ചെയ്യണം എന്ന് തോന്നുന്നു. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞത് വേറൊരു സബ്ജക്റ്റായിട്ടാണ് വർക്ക്ഷോപ്പ് ആവുന്നത്. ഈ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണിത്. ഇതെന്താ, ഡീമൗണ്ടിങ് ആൻഡ് ഇറക്ഷൻ ഓഫ് ബെസ്റ്റ് വർക്ക് ബോയിലർ. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഇതാണ്. ഈ വഴി നേരെ പോകുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തും. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള വഴിയാണിത്. ഇത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ടുള്ള വഴിയാണ്. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുറേ കാര്യങ്ങളാണ്. മെഷീൻ ഷോപ്പ്, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അപ്പുറത്ത് ടൂൾ ആൻഡ് ഡൈൻ്റെ ലാബുകളുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വഴി ഇതാണ് വഴി, അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആ വഴിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് നേരെ കിടന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇങ്ങോട്ടുള്ളത് വെസ്റ്റ് ഹിൽ പോളിടെക്നിക് കോളേജ്. ഇത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. എഞ്ചിനീയറിംഗ് കോളേജിന് എനിക്ക് എന്താ അറിയില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ പോകണമെങ്കിൽ ഫസ്റ്റ് പോളിടെക്നിക് ഫുൾ പാസ്സാവണം, എന്നിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് കാര്യമുള്ളൂ. പിന്നെ ലാറ്ററൽ എൻട്രി ആയിട്ട് കയറാം എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ. ഈ പോളിടെക്നിക് ഫുൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, പോളിടെക്നിക് എനിക്ക് തോന്നുന്നു 4 കൊല്ലാന്ന് തോന്നുന്നു, അപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് കയറാം. ഈ പട്ടി കുറേ നേരം കഴിയുമ്പോഴാണ് പിന്നീട് വരുന്നത്. പോടാ അങ്ങോട്ട്. വേറെ പണിയൊന്നുമില്ല, പിന്നെ വരുന്നുണ്ട്. ഇത് ക്യാൻറ്റീനാണ്. ഇത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാൻറ്റീനാണിത്, ആ കാണുന്നത്.
പിന്നെ അത് ഫുൾ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിലായാലും പോളിടെക്നിക് കോളേജിലായാലും SFI, KSU, UDSF എന്നിട്ടുള്ള കുറേ പാർട്ടികളൊക്കെ ഉണ്ട്. അതിപ്പോൾ എല്ലാ കോളേജിലും ഉണ്ടാവും. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ കാണിച്ചിരുന്നില്ലേ. ഇനി പോളിടെക്നിക് കോളേജ് തന്നെ പോവുകയാണ്. നമ്മളിപ്പോൾ അവിടുന്ന് ഈ വഴിയിലൊക്കെ തന്നെ എത്തി. ഇവിടെ ഒരു ബോർഡ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ വഴിയിലൊക്കെ തന്നെ എത്തി. ഇത് ബോയ്സിൻ്റെ ബാത്റൂമാണിത്. ഇത് ബോയ്സിൻ്റെ ബാത്റൂമാണ്. പിന്നെ ഇത് കാണുന്നത് ക്യാൻറ്റീനാണ്. ഇവിടെ ഇപ്പോൾ ഈ ക്യാൻറ്റീൻ റൺ ബൈ നിയാസാണ്. ആദ്യം ഈ ക്യാൻറ്റീൻ റൺ ബൈ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഈ ക്യാൻറ്റീൻ റൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണ്. ഇവരുടെ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണ് ഇവിടെ. പക്ഷേ ഇപ്പോൾ ഈ റൺ ബൈ നിയാസ് ആണ് ഈ ക്യാൻറ്റീൻ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭക്ഷണത്തിനൊക്കെ ഒരു 10 രൂപ കൂടിയുണ്ട്. ആദ്യം ചോറിന് 30 റുപ്യേനി, ഇപ്പോൾ 40 റുപ്യായി. ആദ്യം ബിരിയാണിക്ക് 50 റുപ്യായി, ഇപ്പോൾ 60 റുപ്യായി. ഇപ്പോൾ സാധനങ്ങളൊക്കെ വില കൂടിയുണ്ട്. അപ്പോൾ ആ ചെങ്ങാൻ തന്നെ ആക്കിയാൽ മതിയേനി. ഇവിടെ ഇപ്പോൾ വെറുതെ വിലയും കൂടി. കുഴപ്പമില്ല, എമ്പളിറങ്ങി പഠിച്ചിറങ്ങിയല്ലോ. അപ്പോൾ വേറെ പറയാനൊന്നുമില്ല. പിന്നെ വേറെ കാര്യങ്ങൾ കാണിച്ചു തരാം. ആ കാണുന്ന സാധനമല്ലേ മറ്റേ വേറൊരു ബിൽഡിങ്. ആ ബിൽഡിങ് പുതിയ ക്യാൻറ്റീനാണിപ്പോൾ. ആ കാണുന്ന ബിൽഡിങ് പുതിയ ക്യാൻറ്റീനായിട്ട് ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ ക്ലാസ് റൂംസ് ആട്ടോ. ഇതൊക്കെ കാണിച്ചു തരാം. ഇതൊരു ബ്ലോക്കാണ്, അക്കാഡമിക് ബ്ലോക്ക് 2. കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഈ കാണുന്ന പുതിയ ക്യാൻറ്റീൻ ഉണ്ടാക്കിയ ഒരു പുതിയ ക്യാൻറ്റീനാണിത്. ഉണ്ടാക്കുകയാണ് പുതിയ ക്യാൻറ്റീന്. അപ്പോൾ നമ്മൾ ചുറ്റി വന്ന് നമ്മൾ ഇവിടെ തന്നെ എത്തി. ഇതൊക്കെ പിള്ളേർ ഇരിക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ അവിടെ ഞാൻ ഇപ്പോൾ കാണിച്ചത് മാതിരി അവിടെ വർക്ക്ഷോപ്പ്, അക്കാഡമിക് ബ്ലോക്ക് 1, ഇലക്ട്രിക്കൽ മെഷീൻ ലാബ്, ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് സെൽ, ക്യാൻറ്റീൻ, അക്കാഡമിക് ബ്ലോക്ക് 2. ഇപ്പോൾ പറഞ്ഞത് മാതിരി നമ്മൾ പൈലേ കയറിയിട്ട് ഇപ്പോൾ ചുറ്റി വന്നപ്പോൾ നമ്മൾ ഇവിടെ തന്നെ എത്തിപ്പോൾ. അപ്പോൾ പോളിടെക്നിക്കിൻ്റെ പുറം ഭാഗത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി ഉൾഭാഗത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഈ പോളിടെക്നിക് കോളേജിൻ്റെ കോഴ്സ് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. കോഴ്സ് ഡ്യൂറേഷൻ എന്നൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ അവിടെ ബോർഡിനവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ ഏതൊരു സ്റ്റാഫ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെസ്റ്റിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടെ കോളേജിൽ വെസ്റ്റിൽ പോളിടെക്നിക് കോളേജ് വെസ്റ്റിൽ ഉള്ള എൻജിനീയറിങ്ങിൻ്റെ സീറ്റ്സ്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഹിയറിംഗ് ഇമ്പയർഡ് 15 സീറ്റ്സ്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. അപ്പോൾ ഇത്ര സീറ്റ്സൊക്കെ ഇവിടെ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതാണ് മെയിൻ എൻട്രൻസ്. ലെഫ്റ്റിൽ കൂടിയും പോവാം, റൈറ്റിൽ കൂടിയും പോവാം കേട്ടോ. ലെഫ്റ്റിൽ ഓഫീസ്, ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റാഫ് റൂം, ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് സെൽപ്പെടുത്ത്.
ലെഫ്റ്റ് കൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് പോളിടെക്നിക് കോളേജിൻ്റെ ഉൾഭാഗത്തെ കാഴ്ച. ഇവിടെ എക്സാം കൺട്രോളർ, പിന്നെ ഇത് ഓഫീസാണ്. അപ്പോൾ പൂട്ടി കൊടുക്കുകയാണ്. വർക്കിംഗ് ടൈം 9 AM to 4 PM ആണ്. പിന്നെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. കെമിക്കൽ എഞ്ചിനീയറിങ്, ഞാൻ പഠിച്ചത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 3 വർഷത്തെ കോഴ്സാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചെന്ന മാതിരി കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങും സിവിൽ എഞ്ചിനീയറിങ്ങും അപ്പുറത്തെ ബ്ലോക്കുകളാണ് വരിക. ഇവിടെ എന്തോ പരിപാടീൻ്റെ പ്രാക്ടീസ് ഉണ്ട്, അതാണ്. പിന്നെ നമ്മളുടെ ക്ലാസ് റൂംസൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് റൂം ഇതായിരുന്നു. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S3 S4. പിന്നെ ഇതാണ് വാഷ്റൂം, എഞ്ചിനീയറിംഗ് സയൻസ് ലാബ്, ഗേൾസ് റൂം. ഇത് എഞ്ചിനീയറിംഗ് സയൻസ് ലാബിൻ്റെ ഇതാണ്, കെമിസ്ട്രി. ഇത് പിന്നെ എഞ്ചിനീയറിംഗ് സയൻസ് ലാബ് ഫിസിക്സിൻ്റെ ലാബാണ്. അത് ലേഡീസിൻ്റെ വാഷ്റൂമാണത്. നമ്മൾ മേലെ നിന്ന് ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ഗേൾസ് റൂം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കയറുന്നത്. ഇവിടെ വെള്ളം കുടിക്കാനൊരിതുണ്ട്. പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു അടിപൊളി ഇതൊരുക്കിയിട്ടുണ്ട്. ഫാനൊക്കെ ഉണ്ട്. കൈ കഴുകാനുള്ള സ്ഥലം, ടോയ്ലറ്റ്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. നല്ല അടിപൊളി ബാത്റൂമാണ്. യൂറോപ്യനുണ്ട്, ഇന്ത്യനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇറങ്ങുകയാണ്. നമ്മുടെ ലാബ് കാണിച്ചു തരാം. 2 ലാബും കൂടി കാണിക്കാനുണ്ട്. ഇതാണ് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ലാബ്, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ലാബും. പിന്നെ HT ലാബും MT ലാബ് എന്നാണ് പറയുക ഈ ലാബിനെ. പിന്നെ അത് നമ്മുടെ പ്ലേസ്മെൻറ്റത്തെ ഒക്കെ കിട്ടിയ കുട്ടികളാണ് ഇതൊക്കെ. ഇതാണ് രണ്ടാമത്തെ ലാബ്. ഈ ലാബിൻ്റെ പേര് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ലാബ്, ടെക്നിക്കൽ അനാലിസിസ് ലാബ്, അനലിറ്റിക്കൽ കെമിസ്ട്രി ലാബ്. ഇങ്ങനെ 3 ലാബുകളാണ് ഇവിടെ ഉണ്ടാവുക.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞ മാതിരി ഇവിടെ കോഴ്സുകൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, പിന്നെ ടൂൾ ആൻഡ് ഡൈ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇങ്ങനത്തെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. S1, S2, S3, S4, S5, S6 ഇങ്ങനെ 6 സെമിസ്റ്ററുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ പറയാനുള്ള കാരണം S1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ S2 ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഏതാണെന്നറിയില്ല, ഞാനിപ്പോൾ കെമിക്കലാണ് പഠിച്ചത്. അപ്പോൾ S2 ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. പിന്നെ S3, S4 കഴിഞ്ഞിട്ട് S4 ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. പിന്നെ S6 ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഒരു 4 മാസം മുമ്പ് ഞാൻ ഇട്ടത്. അപ്പോൾ അതിട്ടുണ്ട്, അത് കാണാത്തവർ അത് കാണണം. ഇപ്പോൾ S1, S2, S3, S4, S5, S6 പിന്നെയുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കുട്ടികളും ഇവിടെ വരുമ്പോൾ കഴിയുന്നതും അറ്റൻഡൻസ് ഉണ്ടാക്കാൻ നോക്കുക. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലാത്തതിൻ്റെ പകരം ഇവിടെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അറ്റൻഡൻസ് ഇല്ലാത്തതിൻ്റെ പകരം സെം ഔട്ട് ആക്കുന്നതാണ് ഇവിടെ. സെം ഔട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ 6 മാസം പോവും. അപ്പോൾ അറ്റൻഡൻസ് എല്ലാവരും നോക്കണം. ഓക്കെ. പിന്നെ ഇവിടെ കുറേ ഇതുണ്ട്, പാർട്ടീസ്, SFI, KSU, UDSF അങ്ങനത്തെ കുറേ പാർട്ടീസ് ഉണ്ട്. പിന്നെ NCC ഉണ്ട്. അങ്ങനത്തെ കുറേ പണികളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനത്തെ പണിക്കൊക്കെ പോകുമ്പോൾ വേറെ കാര്യമുണ്ട്, ക്ലാസ്സിൽ കയറാതെ അറ്റൻഡൻസ് പോവും. ക്ലാസ്സിൽ കയറാതെ അറ്റൻഡൻസ് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല, സെം ഔട്ടാക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആദ്യത്തെ പ്രാവശ്യം ഒപ്പിട്ടരും. രണ്ടാമത്തെ പ്രാവശ്യം ഇവിടുത്തെ ആരുടെയും ആരുടെ ഇത് വേണം, സൈൻ വാങ്ങണം. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടുക. അത് കഴിഞ്ഞെങ്കിൽ നോക്കണം. അപ്പോൾ അറ്റൻഡൻസ് പോകാതെ നോക്കുക. ഇത്ര കാര്യങ്ങളൊക്കെ പറയുള്ളൂ. പിന്നെ കഴിയുന്നതും പഠിക്കുമ്പോൾ കുറച്ച് തരം പഠിക്കുക. പിന്നെ കോഴ്സ് നമ്മൾ ചേരുമ്പോൾ, ഒരു കോഴ്സിന് ചേരുമ്പോൾ ഇത് നോക്കുക, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് നോക്കുക, എന്നിട്ട് മാത്രം ചേരുക. ഞാനിപ്പോൾ ഈ കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയ കാരണമാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. 1946 നിർമ്മിച്ച ഈ കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ എനിക്കിപ്പോൾ ഒരു പഠിക്കാനൊരു അവസരം കിട്ടി. അത് 2021 കയറിയതാണ് ഇവിടെ. അങ്ങനെ എനിക്ക് കുറേ, ഇപ്പോൾ 2025 ഇവിടെ. അപ്പോൾ ഞാനിവിടെ പഠിച്ചിട്ട് കുറേ ഇതൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ നേടാൻ പറ്റി. പലതരം പിള്ളേരുണ്ടാവും ഇവിടെ, പലതരത്തിലുള്ള പിള്ളേരുണ്ടാവും. അപ്പോൾ അത് നോക്കാതെ നമ്മൾ പഠിക്കുക. പിന്നെ അറ്റൻഡൻസിൻ്റെ കാര്യം നോക്കണം. അറ്റൻഡൻസ് പോയില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അറ്റൻഡൻസ് പോകാൻ നോക്കുക. പിന്നെ ഇവിടെ SC ST കുട്ടികൾക്ക് ഇവിടെ ഇതുണ്ട്, ഇവിടെ ഗ്രാൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഗ്രാൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അപേക്ഷിക്കുക, അതൊക്കെ കിട്ടും. പിന്നെ OBC, പിന്നെ ഈ SC ST കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഗ്രാൻസ് ഉണ്ടെങ്കിൽ സെം ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ള കാര്യം, ഇവിടെ കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെസ്റ്റ്. അപ്പോൾ ഈ കോളേജിൽ ഈ കുറേ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന കോളേജാണിത്. നമ്മുടെ ഈ പോളിടെക്നിക് കോളേജ് വെസ്റ്റിൽ പൂർണ്ണമായും തിരഞ്ഞെടുക്കുന്നത് ഫാമിലി കോർട്ട്, ജുഡീഷ്യൽ കോർട്ട്, ഇങ്ങനത്തെ കുറേ കോർട്ടുകളായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറേ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെസ്റ്റിൽ ഫുള്ള് ഞാൻ കാണിച്ചു തന്നു, എല്ലാതും കാണിച്ചു തന്നപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്കിനി പിന്നെയും കാണാം. ഓക്കെ.
പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിൻ്റെ പൂരം ചോലകളും കുയിലാളും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര് നിൻ വഴിയേ രാപ്പകല് കാവലുണ്ടേ എൻ്റെ കണ്ണ് തനന്താനേ തന്നാരേ രാരോ ആരാരിരാരോ താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിൻ്റെ പൂരം ഉണ്ണിപ്പൂവിൻ ചെറുതൊട്ടിൽ കെട്ടാന മഞ്ഞിൽ നെയ്യും തളിരാടത കുഞ്ഞിൻ മിഴിയെഴുതാ സൂര്യൻ വരവായിതാ കഥ ചൊല്ലി സ്വപ്നത്തിൻ തിരികൂട്ടാം ഞാൻ മുകിലോരം ചെന്നെത്താൻ ചിറകാവാൻ ഞാൻ